ഈ പ്രവാചകന്മാർ ഈ ലോകത്ത് നിർവഹിച്ച ഒരു ദൗത്യമുണ്ട്. തൗഹീദാണ് അവർ പറഞ്ഞത്. മനുഷ്യ സമൂഹത്തെ തൗഹീദിലേക്കാണ് അവർ ക്ഷണിച്ചത്. അള്ളാഹുവിൻ്റെ ദീനിലേക്കാണ് മനുഷ്യ സമൂഹത്തെ അവർ കൊണ്ടുവന്നത്. അതിനുവേണ്ടിയാണ് അവർ പണിയെടുത്തത്. മരണശേഷമുള്ള ഒരു ജീവിതത്തെ സംബന്ധിച്ചാണ് അവർ ഉത്ബോധിപ്പിച്ചത്. അതുമാത്രമായിരുന്നോ ഈ പ്രവാചകന്മാർ മനുഷ്യ സമൂഹത്തോട് പറഞ്ഞത്? നമ്മളൊക്കെ സാധാരണയായി പറയും കേവലം മതപ്രബോധകർ ആയിരുന്നു പ്രവാചകന്മാർ. അതായത് ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുക, തൗഹീദ് പറയുക, പരലോകത്തെ സംബന്ധിച്ച് മനുഷ്യ സമൂഹത്തെ ഉത്ബുദ്ധരാക്കുക. ഇത് മാത്രമായിരുന്നോ പ്രവാചകന്മാർ നിർവഹിച്ച ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഡ്യൂട്ടി? വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ ശ്രദ്ധേയരായ ചില പ്രവാചകന്മാർ, ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഹൂദ് നബി അലൈഹിസ്സലാം, അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും സവിസ്തരം അല്ലാഹു പറയുന്നു. ഈ പ്രവാചകന്മാർ വന്നിട്ട് ജനസമൂഹത്തോട് എന്താണ് പറഞ്ഞത്? യാ ഖൗം, എൻ്റെ ജനമേ, യഅ്ബുദുല്ലാഹ്, അല്ലാഹു വഴിപ്പെടുക. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയോ? പിന്നീട് എന്തെങ്കിലും അവർ പറഞ്ഞോ? വിശുദ്ധ ഖുർആൻ ആ ചരിത്രം പറയുന്നിടത്ത് സ്വാലിഹ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം അവരെ സംബന്ധിച്ച് പറയുന്നിടത്ത് പിന്നെയും പറയുന്നു, വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ ഖാരിയീൻ, നിങ്ങൾ ആഡംബരം കാണിക്കുവാൻ വേണ്ടി, ദൂർത്തടിക്കുവാൻ വേണ്ടി പാറകൾ, അതുപോലെ മലഞ്ചെരിവുകളൊക്കെ തുരന്ന് വീടുകൾ നിർമ്മിക്കുകയാണോ? അപ്പോൾ കനത്ത പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വികസന കാഴ്ചപ്പാടിനെതിരെ ഈ പ്രവാചകന്മാർ ശബ്ദിക്കുന്നുണ്ട്. തൗഹീദിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വച്ച വികസന കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ ജീവിത സംസ്കാരം പരിസ്ഥിതിക്ക് എതിരായിരുന്നു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നാൽ കനത്ത പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സംഭവിച്ചേക്കാം. അപ്പൊ ഏകനായ റബ്ബിലേക്ക് വിളിക്കുന്നതോടൊപ്പം പരിസ്ഥിതിയെ സംബന്ധിച്ച് സംസാരിക്കുന്ന പ്രവാചകന്മാരെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു.